കാര്യമാണ്. KJ ഷൈൻ എന്നൊരു പ്രത്യേകമായ ഒരു സ്ത്രീയെ ഉദ്ദേശിച്ചുകൊണ്ടല്ല ആ പരിപാടി നടത്തപ്പെട്ടത്. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ, സ്ത്രീകൾക്ക് എതിരെ നടക്കുന്ന സൈബർ അധിക്ഷേപങ്ങൾ, അതിനെതിരെയുള്ള പെൺ പ്രതിരോധം എന്ന പരിപാടിയാണ്. അതുകൊണ്ടാണ് ഞാൻ അവിടെ പോയി എന്റെ രാഷ്ട്രീയം, അതായത് സ്ത്രീപക്ഷ രാഷ്ട്രീയം സംസാരിച്ചത്. നിങ്ങൾക്ക് എന്റെ പ്രസംഗം മുഴുവൻ എടുത്തു നോക്കാം. എവിടെയെങ്കിലും ഞാൻ ഏതെങ്കിലും ഒരു കക്ഷി രാഷ്ട്രീയത്തിന് വേണ്ടി, സംഘടനയ്ക്ക് വേണ്ടി സംസാരിക്കുകയോ എതിരെ സംസാരിക്കുകയോ ചെയ്തു. ഞാൻ എന്തൊരു പോയിന്റാണോ ഇതുവരെ മുന്നോട്ട് വെച്ചത് അതേ കാര്യങ്ങൾ തന്നെയാണ് ഞാൻ മുന്നോട്ട് വെച്ചത്. പിന്നെ ചില യൂട്യൂബ് ചാനലുകളും ചില സോഷ്യൽ മീഡിയ പേജുകളിലും ഒക്കെ ഞാൻ മത്സരിക്കാൻ പോവുകയാണ്, CPM സ്ഥാനാർത്ഥിയായി പറവൂരിൽ മത്സരിക്കും എന്നൊക്കെ ഉള്ള സാങ്കല്പിക കഥകൾ ഇങ്ങനെ സൃഷ്ടിച്ചു വരികയാണ്. ഞാൻ ഒരു ഇലക്ഷന് പങ്കെടുക്കണമെന്നോ എന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. ഞാൻ വ്യക്തമാക്കിയതുപോലെ എന്റെ സ്ത്രീപക്ഷ രാഷ്ട്രീയ നിലപാട് അത് ഏത് വേദിയിലാണെങ്കിലും ഇനിയും അത് തുടർന്ന് സംസാരിക്കും. ഏത് സംഘടനയാണെങ്കിലും ഏത് രാഷ്ട്രീയ കക്ഷിയാണെങ്കിലും അങ്ങനെ ഒരു പരിപാടി ക്ഷണിച്ചാൽ അത് ഏത് പാർട്ടിയാണെങ്കിലും അതിന്റെ ഭാഗമായി ഞാൻ സംസാരിക്കുകയും ചെയ്യും. അതിന് ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അംഗമല്ല, അങ്ങനെ ഒരു ഉദ്ദേശം എനിക്കില്ല എന്നുള്ളതാണ് എനിക്ക് ഈ കാര്യത്തിൽ വ്യക്തമാക്കാനുള്ളത്. പിന്നെ അടുത്തൊരു കാര്യം, ഗൂഢാലോചന സിദ്ധാന്തം. ഈ സംഭവം, ഈ ഇന്റർവ്യൂ വരുന്നത് ഓഗസ്റ്റ് 20-ാം തീയതിയാണ്. ഇത് വൈറലായി വരുന്ന ഇന്റർവ്യൂ. ഇത് ഞാൻ കൊടുക്കുന്നത് ഓഗസ്റ്റ് 10-ാം തീയതിയാണ്. ആ സമയത്ത് എന്റെ ഫോണിലോ എന്റെ കുടുംബാംഗങ്ങളുടെ ഫോണിലോ ആരെങ്കിലും വിളിക്കുകയോ ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ പറയുന്നത് തെളിയിക്കണം. എവിടെയും ഞാൻ കാണുന്ന ഒരു കാര്യമാണ്, ഞാൻ CPM-മായി ഗൂഢാലോചന നടത്തി, അല്ലെങ്കിൽ ഏതൊക്കെയോ രാഷ്ട്രീയ നേതാക്കന്മാരുമായി ഞാൻ ഗൂഢാലോചന നടത്തി. അങ്ങനെ വെറുതെ കമന്റ് ഇട്ട് പോയിട്ട് കാര്യമില്ല. ആ കമന്റ് ഇടുന്ന സൈബർ പോരാളികൾ എവിടെ വെച്ച്, എങ്ങനെ, എപ്പോൾ, എന്ന്, ഏത് നേതാവുമായി ഞാൻ ഗൂഢാലോചന നടത്തി എന്നുള്ളത് വ്യക്തമാക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. അതായത് എപ്പോൾ, എങ്ങനെ, വെറുതെ ആരോപണം ഉന്നയിച്ചുകൊണ്ട് പോയിട്ട് കാര്യമില്ല. അങ്ങനെ നിങ്ങൾ തെളിയിക്കുകയാണെങ്കിൽ ഞാൻ എന്റെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, കാരണം ഞാനൊരു രാഷ്ട്രീയക്കാരിയല്ല. പക്ഷെ ഞാൻ ഉറപ്പു തരികയാണ്, എന്റെ ജീവിതം തന്നെ വേണമെങ്കിൽ അവസാനിപ്പിക്കാം. ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു പ്രസ്ഥാനത്തിനെ ഞാൻ ആരൊക്കെയോ ആയി ചേർന്ന് തകർക്കാൻ ശ്രമിച്ചു എന്നുള്ള ഗൂഢാലോചനയിൽ എന്തെങ്കിലും സത്യമുണ്ടെങ്കിൽ അത് നിങ്ങൾ തെളിയിക്കണം. വെറുതെ കമന്റിലിട്ട് പറഞ്ഞ് ചുമ്മാ കഥകൾ മെനഞ്ഞിട്ട് കാര്യമില്ല. ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ അതിന് കുറെ കഥകൾ സൃഷ്ടിച്ചുകൊണ്ട് അത് പറയുന്ന ആള് CPM ആണ്, ഇത് പറഞ്ഞിട്ടുള്ള എല്ലാ ആൾക്കാരെയും CPM ആക്കി മാറ്റുന്ന ഒരു പ്രവണതയാണ് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ വിഷയങ്ങളിലൊക്കെ സംസാരിച്ചിട്ടുള്ള ആ പാർട്ടിയിലെ തന്നെ പ്രമുഖരായ നേതാക്കന്മാർക്കെതിരെ ഒരു സൈബർ അറ്റാക്ക് നടത്തുക. അങ്ങനെയാണെങ്കിൽ എപ്പോൾ, എങ്ങനെ ഞാൻ ഗൂഢാലോചന നടത്തി എന്നും കൂടി നിങ്ങൾ പറയണം. വെറുതെ പറഞ്ഞു പോയിട്ട് കാര്യമില്ല, അത് കൃത്യമായിട്ട് പറയണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇതുപോലെയുള്ള കഥകൾ എനിക്ക് സമൂഹത്തോട് പറയാനുള്ളത്, ഞാൻ ഒരു പ്രസ്ഥാനത്തിന്റെ പേര് പറയുകയോ ഒരു വ്യക്തിയുടെ പേര് പറയുകയോ ചെയ്തിട്ടില്ല. എന്നിട്ട് ഞാൻ അനുഭവിക്കുന്ന സൈബർ അറ്റാക്ക് കാണും. ഇതാണ് ഇവരുടെ രീതി, എപ്പോഴത്തെയും രീതി ഇതാണ്. ഇവർക്ക് ഇഷ്ടമല്ലാത്തവർക്കെതിരെ ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിച്ച്, ഇല്ലാത്ത നരേറ്റീവ്സ് പ്രചരിപ്പിച്ച് സമൂഹത്തിലേക്ക് വിടുക, അത് വിശ്വസിപ്പിക്കുക എന്നുള്ളൊരു ശ്രമമാണ് ഇവരുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നത്. മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഞാൻ ഈ പ്രസ്ഥാനത്തിനെ സ്നേഹിക്കുന്നത് കൊണ്ടും ഈ പ്രസ്ഥാനത്തിലുള്ള ചില നല്ല മനുഷ്യരെ ഓർത്തുകൊണ്ടുമാണ് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത്. എനിക്ക് വേണമെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ പറയാൻ സാധിക്കും. എനിക്കറിയാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിന്റെ പിന്നിലുണ്ടായ പല കാര്യങ്ങളുണ്ട്. അത് തുറന്ന് ഈ രീതിയിലാണ് എന്നെ പ്രൊവോക്ക് ചെയ്യാനാണ് പോകുന്നത് എങ്കിൽ ഇതുപോലുള്ള ആളുകളെ വെള്ളം പൂട്ടി കൊണ്ടുവരാനാണ് ശ്രമമെങ്കിൽ എനിക്ക് പല കാര്യങ്ങളും പറയേണ്ടതാണ് വരും. അതിന്റെ ഭവിഷ്യത്ത് എന്ന് പറയുന്നത്, പ്രത്യാഘാതം എന്ന് പറയുന്ന അതിഗുരുതരമായിരിക്കും. അത് താങ്ങാൻ കഴിയില്ല എന്ന് ഞാൻ പ്രവർത്തിക്കുകയാണ്. പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ളത്, ഈ പരിപാടി എന്ന് പറയുന്നത്, ഈ പെൺ പ്രതിരോധം എന്ന് പറയുന്ന പരിപാടി സെപ്റ്റംബർ 22-ാം തീയതിയാണ് ആദ്യം തീരുമാനിച്ചത്. അന്ന് കുറെ അധികം എഴുത്തുകാരും അങ്ങനെയുള്ള വ്യക്തികളെല്ലാവരും വരുമെന്നാണ് തീരുമാനിച്ചത്. പക്ഷെ ഉദ്ഘാടനയ്ക്ക് അവിടെ പങ്കെടുക്കാൻ അസൗകര്യം ഉണ്ടായതുകൊണ്ട്
അതിന്റെ ഡേറ്റ് മാറ്റുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് വേറെ വ്യക്തികൾ അന്ന് അവർക്ക് അസൗകര്യമായതുകൊണ്ടാണ് വരാൻ പറ്റാതിരുന്നത്. ഒരു പെൺപ്രതിരോധം എന്ന പരിപാടി വിവിധ തുറകളിലുള്ള ആളുകളെ അവർ ക്ഷണിച്ചതുണ്ടായിരുന്നു. അത്തരം ഒരു പരിപാടി ആയതുകൊണ്ടാണ് ഞാൻ ആ പരിപാടി അല്ല, ഞാൻ ആദ്യമേ പറഞ്ഞു, അതായത് ഒരു പ്രസ്ഥാനത്തിന്റെയോ ഒരു വ്യക്തിയുടെയോ പേര് പറയാതെ തന്നെ എനിക്കെതിരെ ഉണ്ടാകുന്ന ഈ ഒരു രൂക്ഷമായ അറ്റാക്കിനെ സമൂഹം കാണട്ടെ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ പറയാതിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇനിയും ഈ രീതിയിലുള്ള പ്രൊവോക്കേഷൻ തുടരുകയാണെങ്കിൽ എനിക്ക് കൂടുതൽ കാര്യങ്ങൾ ഇതുവരെ പറയാത്ത കൂടുതൽ ഭീകരമായ കാര്യങ്ങൾ തന്നെ എനിക്ക് അറിയാവുന്ന എനിക്ക് നേരിട്ട് അനുഭവമുള്ളതായ കാര്യങ്ങൾ ഞാൻ തുറന്നു പറയുന്നു. ഞാൻ പറയാത്തതിന്റെ കാരണം ഇത്രയേ ഉള്ളൂ. ഞാൻ ആ പ്രസ്ഥാനത്തിലെ പല ആളുകളെയും സ്നേഹിക്കുന്നത് സാധാരണക്കാരായ ആ പ്രസ്ഥാനം ഇനി മുന്നോട്ട് വരണമെന്ന് ചിന്തിക്കുന്ന സാധാരണക്കാരായ മനുഷ്യരുടെ വേദന ഞാൻ ഉൾക്കൊള്ളുന്നതുകൊണ്ടാണ്. പക്ഷെ അവര് പോലും മനസ്സിലാക്കുന്നില്ല പലരുടെയും ആറ്റിറ്റ്യൂഡ്. പലരും ഒരു രാഷ്ട്രീയക്കാരനെ മേലനെങ്കിൽ അണിഞ്ഞുകൊണ്ട് പലരും എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ആളുകൾക്ക് പോലും മനസ്സിലാകാത്ത അവസ്ഥയാണ്. ഞാൻ പറഞ്ഞല്ലോ, അത് അതിന്റെ സമയം വരുമ്പോൾ പറയേണ്ടി വരും. ഞാൻ പറയുന്നത് നിർത്തണം. ഈ അനാവശ്യമായ സൈബർ അറ്റാക്ക് എനിക്കെതിരെയുള്ള, അതായത് ഞാൻ എന്ത് വസ്ത്രം ധരിക്കുന്നു, ഞാൻ എവിടെയൊക്കെ പോകുന്നു, ഞാൻ ആരെല്ലാമായി ഫോട്ടോ എടുക്കുന്നു, ഞാൻ ചിരിക്കുന്നു, ഈ ഓരോ കാര്യങ്ങളും ഞാനൊരു കാര്യം സമൂഹത്തിന് മുന്നിൽ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് എനിക്ക് എന്റേതായ വ്യക്തി സ്വാതന്ത്ര്യം. എന്റെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ അനാവശ്യമായി കളികടത്തി ഓരോ കാര്യങ്ങൾക്കും ഓരോ തരം കഥയുണ്ടാക്കി നറേറ്റീവ്സ് ഉണ്ടാക്കി. ഇതൊക്കെ സ്ഥിരം പരിപാടിയാണ് എന്നുള്ളതാണ്. പല സ്ഥലത്തും അവർക്ക് ഇഷ്ടമില്ലാത്തവർക്കെതിരെ, അവർക്കെതിരെ സംസാരിക്കേണ്ടി വരുന്നവർക്കെതിരെ പലതരം നറേറ്റീവ്സ് സൃഷ്ടിക്കുകയും എല്ലാവരും CPM-കാരാണെന്ന് അവർ തീരുമാനിക്കുകയും ചെയ്യുന്നു. ഒരേ നിലപാട് തന്നെയായിരിക്കുമല്ലോ. അതിനകത്ത് എന്റെ നിലപാട് ഞാൻ ഓൾറെഡി പറഞ്ഞു. എന്റെ നിലപാട് എന്ന് പറയുന്നത് സ്ത്രീപക്ഷ നിലപാടാണ്. അതിന് ഏത് രാഷ്ട്രീയ പാർട്ടിയിലെ സ്ത്രീകൾക്ക് വേണ്ടിയാണെങ്കിലും ഞാൻ സംസാരിക്കും. അതായത് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, മാർ തോമസ് ആണെങ്കിലും KK ശൈലജയാണെങ്കിലും ശോഭാ സുരേന്ദ്രനാണെങ്കിലും നമുക്ക് ഒരേ നിലപാട് തന്നെയാണ്. സ്ത്രീപക്ഷ നിലപാടാണ്. വർഗീയതയ്ക്കെതിരെയുള്ള അല്ലെങ്കിൽ പിന്തിരിപ്പൻ നയങ്ങൾക്കെതിരെയുള്ള നിലപാടാണ് എന്റെ നിലപാട്. ഞാനത് കൃത്യമായിട്ട് പറഞ്ഞൊരു കാര്യമാണ്. അതായത് ഈ അറ്റാക്ക് ചെയ്യുന്നവർ നിർത്തിയില്ലെങ്കിൽ വീണ്ടും എന്നെ പ്രൊവോക്കേറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാൻ പറയാത്ത പല കാര്യങ്ങളും വെളിപ്പെടുത്തേണ്ടതായി വരും എന്നുള്ളത് തന്നെയാണ്. പ്രസ്ഥാനത്തിലേക്ക് സ്വാഗതം ചെയ്തിട്ടുള്ളത് ആ വേദിയിൽ വെച്ച് ക്ഷണിച്ചതാണ്. അപ്പോ അതിനെങ്ങനെയാണ്? അത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആ വേദിയിൽ പങ്കെടുത്തു എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് നേരെയുള്ള സൈബർ അറ്റാക്കുകൾക്കും അധിക്ഷേപങ്ങൾക്കും എതിരെ സംസാരിക്കാൻ എനിക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആ വേദിയിൽ പങ്കെടുത്തു. എന്റെ നിലപാട് ഞാൻ അവിടെ വ്യക്തമാക്കി. അല്ലാതെ ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെ രാഷ്ട്രീയ കക്ഷിയുടെ ഭാഗമായിട്ടല്ല അവിടെ പോയിട്ടുള്ളത്. പിന്നെ അവർക്ക് സ്വാഗതം ചെയ്യാൻ പാടില്ല എന്ന് എനിക്ക് പറയാനില്ല. അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. അതെങ്ങനെയാണെന്നുള്ളത് തീരുമാനിക്കേണ്ടത് ഞാനൊരു പാർട്ടിയുടെയും അംഗമല്ല, നിലവിലുമല്ല, മുമ്പുമായിരുന്നില്ല എന്ന് വ്യക്തമാക്കി. അതൊക്കെ സാങ്കല്പികമായ ചോദ്യങ്ങളാണ്. ഞാൻ അതിനെക്കുറിച്ച് ഒന്നും തീരുമാനിക്കുകയോ അങ്ങനെയുള്ള സാങ്കല്പിക ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പൊ എനിക്ക് എന്തായാലും അങ്ങനെ ഒരു നിലപാടും അങ്ങനെ ഒരു തീരുമാനമില്ല. അല്ല, എല്ലാ പ്രസ്ഥാനങ്ങളും അത്തരത്തിലുള്ള രീതിയിൽ ഒതുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് ഏത് ജനാധിപത്യ പാർട്ടിയാണെങ്കിലും അത്തരം പരിപാടികൾ ഒരുക്കുകയും അത്തരത്തിലുള്ള സ്ത്രീകളെ പങ്കെടുപ്പിക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇൻവൈറ്റ് ചെയ്യുവാണെങ്കിൽ ഏത് സംഘടനയാണെങ്കിലും സ്ത്രീപക്ഷ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു നിലപാടുള്ള സംഘടനയുടെ ഭാഗമായി അവിടെ ചെന്ന് സംസാരിക്കുന്നതിന് ഒരു മടിയുമില്ല. അതിന് ഞാൻ ഒരു രാഷ്ട്രീയവും കാണുന്നില്ല. ഞാനത് പറഞ്ഞല്ലോ, ഞാൻ ഇതിന് മുമ്പും ഇപ്പോൾ മാത്രമല്ല, ഇപ്പൊ ഞാനിങ്ങനെ ഈ ഒരു വിവാദം ഇരിക്കുന്നത് കൊണ്ടാണ്. ഇതിന് മുമ്പും പറവൂരിലുള്ള
ഒരുപാട് സ്ത്രീകൾ അവിടെ കടന്നു വന്നിട്ടുണ്ട്. അപ്പൊ സ്ത്രീകളോട് എനിക്ക് സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയപ്പോൾ അത് ഞാൻ വിനിയോഗിച്ചു മാത്രമുള്ളൂ. അതായത് ഒരു രാഷ്ട്രീയ സംഘടനയുടെ ഭാഗമായിട്ടല്ല. അനാവശ്യമായ കഥകൾ പ്രചരിപ്പിക്കുകയാണ്. എനിക്ക് ഒരു സ്ഥലത്ത് പോകാമെന്നുള്ള അവസ്ഥയാണ് ഈ കാളികളി സംഘടന ചുറ്റിക്കുന്നത്. i2i News, an eye for truth. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.